നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുനമ്പത്താണ്. മുനമ്പം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും വ്യക്തമാവും. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലും ലോകം മുഴുവൻ ഒരുപാട് വാർത്ത സൃഷ്ടിച്ച ഒരു ഭൂമിയാണ് ഈ ഒരു മുനമ്പം എന്ന് പറയുന്നത്. മുനമ്പത്ത് താമസിക്കുന്ന 600ഓളം കുടുംബങ്ങൾ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളും അവരുടെ ഭൂമി അന്യാധീനമായി പോവുകയും ഒപ്പം സ്വന്തമായ ഒരു ഭൂമി ഇല്ലാതെ തന്നെ വഖഫ് ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പിന്നീടുണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം. എന്നാൽ ഇന്ന് ഈ ഒരു കേരളം വലിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്താണ് മുനമ്പത്ത് സംഭവിച്ചത്? കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലുമെല്ലാം ഈ മുനമ്പം വലിയൊരു വിഷയമായിരുന്നു. പക്ഷേ ഇന്ന് മുനമ്പത്തെക്കുറിച്ച് കേൾക്കുന്നില്ല. എന്താണ് മുനമ്പത്ത് സംഭവിച്ചത്? മുനമ്പത്ത് പ്രധാനമായി നടന്നു പോന്നിരുന്ന നിരാഹാര സമരം സർക്കാർ താൽക്കാലികമായി കരമടയ്ക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് അവസാനിപ്പിച്ചു. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? സർക്കാർ മുനമ്പത്തെ വഞ്ചിച്ചോ? അല്ലെങ്കിൽ വളരെ കുട്ടിഘോഷിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വഖഫ് ഭേദഗതി ബിൽ മുനമ്പത്തുകാർക്ക് ഒരു ഉപയോഗവും ഇല്ലാതെ ആയോ? അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങൾ നൽകിയ ഈ ഒരു 3 മുന്നണികൾ ഇപ്പോൾ മുനമ്പത്തോടെ എന്താണ് കാണിക്കുന്നത്? എന്താണ് മുനമ്പത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മുനമ്പത്തെ സമരസമിതികൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കൊന്ന് അന്വേഷിക്കാം. മുനമ്പം വേളാങ്കണ്ണി പള്ളി ഇടവക വികാരി ആനന്യച്ചൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അച്ഛാ, ഒരിടയ്ക്ക് ഇന്ത്യ മുഴുവൻ മുഴങ്ങിക്കേട്ട ഒരു പേരായിരുന്നു മുനമ്പം എന്നുള്ളത്. ഇന്ന് കേരളം വലിയൊരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ്, തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ദിവസങ്ങൾ ഇത്രയായിട്ടും മുനമ്പം എന്നൊരു വിഷയം ഇതുവരെയും എവിടെയും പൊങ്ങിക്കേട്ടിട്ടില്ല, ചർച്ചയിൽ പോലുമില്ല. എന്താണ്, മുനമ്പത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടിയോ? അതെങ്കിലും മുഴുവനും ഈ പ്രശ്നം തീർന്നിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധി വന്നതോടുകൂടി ഈ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് വ്യക്തമായിട്ടൊരു വിധി വരികയും ചെയ്തു. എന്നാൽ അതിനെതിരായിട്ട് വഖഫ് സംരക്ഷണ വേദി സുപ്രീം കോടതിയിൽ അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു. ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഈ വിധിയോടനുബന്ധിച്ചും ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തിക്കാം എന്നൊരു അനുവാദം കിട്ടിയതുകൊണ്ടും നമ്മുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാമെന്ന് അറിയിക്കുകയും അങ്ങനെ കരമടയ്ക്കാനും അതിനുശേഷം പോക്കുവരവ് ചെയ്യാനുള്ള ബാക്കി എല്ലാ റവന്യൂ അവകാശങ്ങൾ നൽകാമെന്ന് 2 മന്ത്രിമാർ നമ്മളോട് പറയുകയും ചെയ്തു. അതോടുകൂടി നമ്മൾ സമരം അവസാനിപ്പിച്ചു താൽക്കാലികമായിട്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടത് കൂടുതൽ നിയമക്കുരുക്കുകളാണ്. ഇപ്പോൾ പുതിയ വഖഫ് ബോർഡ് വന്നിട്ട് വീണ്ടും കഴിഞ്ഞ ആഴ്ചകളിൽ സുപ്രീം കോടതിയിൽ SLB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ വഖഫ് ട്രൈബ്യൂണൽ നമുക്കൊരു സ്റ്റേ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട്, അതെങ്കിൽ ഈ അവരടുത്ത് വീണ്ടും ഭരണത്തിന് വരുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാ കക്ഷികളും അതുതന്നെയാണ് പറയുന്നത്. ഏതായാലും നമ്മുടെ പ്രശ്നം മുഴുവനും തീർന്നിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. നമ്മൾ ഈ ഒരു സമരം 400 ചില്ലാനം ദിവസങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ചെയ്ത വലിയൊരു സമരമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരിനോടാണ്. കാരണം സർക്കാരിൻ്റെ കീഴിലായിരുന്നു വഖഫ് ബോർഡ്, പിന്നെ സർക്കാരാണ് നമുക്ക് ഈ ഒരു റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് തരേണ്ടത്. പക്ഷേ ആ ഒരു സമരം അവസാനിപ്പിക്കാനായിട്ട് റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു, ഒപ്പം എറണാകുളത്ത് നിന്ന് P. രാജീവ് അദ്ദേഹവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 മന്ത്രിമാർ വന്ന് സമരം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കരമടയ്ക്കാനുള്ളൊരു അവകാശം തരുന്നു. പക്ഷേ കരമടച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. നമ്മൾ സമരം ആരംഭിച്ചപ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് എത്തില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും ഉറപ്പുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നോ, അല്ലെങ്കിൽ അത് ലംഘിക്കപ്പെട്ടോ? തീർച്ചയായിട്ടും ഉറപ്പുകൾ ലഭിച്ചിരുന്നു. കാരണം ഇവിടെ വന്ന് പങ്കെടുക്കുന്നതിന് മുമ്പ്, മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് അതിനു മുമ്പ് ചർച്ചകളുണ്ടായിരുന്നു. അതിൽ നേരത്തെ അറിയിച്ചിരുന്ന റവന്യൂ മിനിസ്റ്ററും അതുപോലെ നിയമമന്ത്രി അറിയിച്ചിരുന്നത് നമ്മുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നാണ്, പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമരം തൽക്കാലമായിട്ട് നിർത്തിവെച്ച് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ അതിനുശേഷം കേസുകൾ വന്നു, പ്രശ്നങ്ങൾ വന്നു.
ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പോലും നിയമമന്ത്രിയെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും അപ്പോൾ കേസുകൾ ഉള്ളതുകൊണ്ടും സുപ്രീം കോടതിയിൽ ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ വീണ്ടും സ്റ്റേ ഓർഡർ വന്നിരിക്കുന്നതുകൊണ്ടും നിസ്സഹായ അവസ്ഥകളാണ് അവർ നമ്മളോട് പ്രകടിപ്പിച്ചത്. ഏതായാലും അധികാരമുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ അത് സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ആർക്കാണ് അധികാരമുള്ളത് അവർക്കാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് സാധാരണ 610 കുടുംബങ്ങളൊരു പ്രശ്നമാണ്. ഇതെല്ലാവർക്കും അറിയാം പ്രശ്നമുണ്ടെന്നുള്ളതും അതേ സമയത്ത് പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും ഒരു സൊല്യൂഷൻ കിട്ടാനായിട്ട് ഇത് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സമരം അവസാനിച്ചപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് അച്ഛനടക്കം പ്രത്യേകിച്ച് ഭൂസംരക്ഷണ സമിതി വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം പാതി വഴിയിൽ വെച്ച് സമരം അവസാനിപ്പിക്കുന്നു. ഒപ്പം അന്ന് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ വെച്ചായിരുന്നു ഈ ഒരു സമരം അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മൂവ്മെൻറ്റ് അത് സർക്കാരിനൊരു ഗുണം ചെയ്തിരുന്നു അത്തരത്തിൽ. പക്ഷേ അതിനുശേഷം സമരം അവസാനിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു നിയമസഭ വരെ അത് മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും സർക്കാരിന് അതിൻ്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ ആ സമരം മുന്നോട്ട് പോയിരുന്നെങ്കിൽ സർക്കാർ ഇതിനൊരു നടപടിയെടുക്കാൻ തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിയെടുക്കാൻ ഈ ഒരു സമരം മുന്നോട്ട് പോയിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നില്ലേ? അതെങ്കിൽ ഈ സമരം നമ്മൾ താൽക്കാലികമായിട്ടാണ് നിർത്തിയത്. കാരണം സംസ്ഥാന സർക്കാരിൽ നിന്ന് നമുക്ക് ഉറപ്പ് ലഭിക്കുമ്പോൾ അതിന് മുമ്പാണെങ്കിലും അതിന് മുമ്പത്തെ വർഷം നവംബർ മാസത്ത് അതെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ട് നമുക്ക് അവകാശം ലഭിക്കാനായിട്ട് ഒരു കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കുമെന്ന് പറഞ്ഞപ്പോഴും കാരണം അധികാരമുള്ളവരോട് അവർ നമ്മളോട് സംഭാഷണം ചെയ്യുമ്പോഴൊന്ന് സംസാരിക്കുമ്പോഴും കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ട്. ആ സമയം നമ്മൾ ധിക്കരിച്ചിട്ട് ഇത് സാധിക്കുകയില്ല പറ്റുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് എവിടെ എത്തിച്ചേരുകയില്ല. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ റവന്യൂ അവകാശങ്ങൾ നേടുക എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ആ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് അത് കഴിഞ്ഞ നിയമ തടസ്സങ്ങളാണ് നമ്മളിതിൽ കാണാനായിട്ട് ഇടയായത്. കാരണം ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നേരത്തെ തന്നെ എല്ലാവർക്കും പരിഹരിക്കാമായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും. പക്ഷേ ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും ദിവസം നമുക്കിവിടെ സമരം നടത്താൻ ആവശ്യം തന്നെ ഇല്ല. പക്ഷേ എന്നാൽ ഇത്രയും നീണ്ടുപോയിട്ട് നമുക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ സൊല്യൂഷൻ കണ്ടെത്താനുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ സമയത്ത് താൽക്കാലികമായിട്ട് ഇതങ്ങോട്ട് നിർത്തിയത്. പക്ഷേ അതിനിടയ്ക്ക് വീണ്ടും പ്രശ്നങ്ങൾ വന്നു. അത് നിയമപരമായിട്ട് കാരണം വഖഫ് സംരക്ഷണ വേദി ഇങ്ങനെ ഒരു കേസ് നമുക്കെതിരായിട്ട് കൊണ്ടുകൊടുക്കും നമുക്കറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വഖഫ് ബോർഡാണെങ്കിൽ നമ്മളോട് അന്ന് പറഞ്ഞ വഖഫ് ബോർഡ് നമുക്കെതിരായിട്ട് ഒരിക്കലും സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലോ നമുക്കെതിരായിട്ട് കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതിനെതിരായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ നിസ്സഹായ അവസ്ഥ നമ്മൾ മുന്നോട്ട് പോകുന്ന ഏതായാലും സത്യം ജയിക്കുന്ന പ്രതീക്ഷയോടുകൂടി ഇനി നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ വെച്ചാൽ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടായിരുന്നെങ്കിൽ വഖഫ് ബോർഡ് സർക്കാരിൻ്റെ കീഴിലാണ്. ഒരു പക്ഷേ ഈ ഒരു അപ്പീലുമായി ഈ ഒരു വഖഫ് ബോർഡ് പോകില്ലായിരുന്നു. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ സർക്കാർ വിശ്വാസവഞ്ചന കാണിച്ചോ മുനമ്പം സംരക്ഷണ സമിതിയോട്, അല്ലെങ്കിൽ മുനമ്പം സംരക്ഷണ സമിതിയെ സർക്കാർ ചതിച്ചോ? അതെങ്കിൽ ഞാൻ കാണുന്ന ഇപ്രകാരമാണ്. അതെങ്കിൽ ഈ സമരം തുടങ്ങിയത് മുതൽ നമ്മളൊരു നിയമപ്രശ്നം എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു. നിയമം മാറിക്കഴിഞ്ഞെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അപ്പോഴും നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടത് ഒരു റിട്രോസ്പെക്റ്റീവ് ലെവൽ ഇതിൽ വന്നെങ്കിൽ നിയമത്തിൽ വരികയാണെങ്കിൽ പിന്നെ ഒരു സർക്കാർ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ഒരു കോടതി ഇടപെടേണ്ട ആവശ്യമില്ല. അതായിരുന്നു ഒരു ശാശ്വതമായ പരിഹാരം. പക്ഷെ അതവിടെ കിട്ടിയില്ല. പിന്നെ അതിനുശേഷം കേന്ദ്ര സർക്കാരാണെങ്കിലും തീർച്ചയായിട്ടും ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകി ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കിരൺ റിജിജു വാക്ക് പറഞ്ഞുകൊണ്ടുപോയി. അതിനുശേഷം ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും ഒരു പരിഹാരം ഞാൻ കണ്ടില്ല. പിന്നെ അതിനുശേഷം ഇപ്പോൾ നവംബർ നടന്ന കാര്യങ്ങളും ഇപ്പോൾ ഞാൻ പറയുന്നതെങ്കിൽ ഞാനാരും വഞ്ചിച്ചോ ചതിച്ചോ എന്നല്ല പറയുന്നത്. ഞാൻ കാണുന്നതെല്ലാം ഇതിനൊരു പരിഹാരം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർ നൽകുക. അപ്പോൾ ആളുകൾ മനസ്സിലാക്കിക്കോളും ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്, നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്ന ആരാണെന്നുള്ളത്. കാരണം അധികാരമുള്ളവർക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിപ്പോൾ കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ഇനി ഭാവിയിൽ ഏത് കക്ഷി രാഷ്ട്രീയത്തിൽ വന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിന് വന്നാലും അവർക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ഒരു ലീഡറിൻ്റെ നേതാവിൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പ്രശ്നം പരിഹരിക്കില്ല, അത് നീട്ടിക്കൊണ്ടുപോയി മനുഷ്യരെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റിയല്ല. അപ്പോൾ ഞാൻ കാണുന്നതിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇവർക്കൊക്കെ ചെയ്യാൻ കഴിയും, പക്ഷേ ഇവരാരും ചെയ്യുന്നില്ല. വഖഫ് ഭേദഗതി ബില്ലുകൊണ്ട് ഒരു ഉപകാരവും ഇതുവരെ മുൻപത്തിനുണ്ടായിട്ടില്ല. അതെങ്കിൽ ഈ ഒരു നിയമം കൊണ്ട് ഈ സെക്ഷൻ 40 കൊണ്ട് നമുക്കറിയാം ഇതുവരെ അവർക്ക് ഒരു സ്ഥലം ഏറ്റെടുക്കാനും അവർക്ക് അവരുടെ അധികാരം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കത് ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇനി അത് ഒരിക്കലും സാധിക്കുകയില്ല. അതൊരു നേട്ടമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. പക്ഷേ അതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ?
അതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. കാരണം നമ്മൾ 610 കുടുംബങ്ങൾ ഇത്രയും ദിവസം ഇവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത് സാധാരണക്കാരാണ്. അവരുടെ പ്രശ്നം പരിഹരിച്ചോ. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഏതൊരു അധികാരത്തിലുള്ളവരും ചെയ്യേണ്ടത് ജനാധിപത്യം എന്ന് പറയുന്നത് ജനത്തിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ ജനത്തിന് വേണ്ടി അവരെ നന്മയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുക എന്നതാണ്. പക്ഷേ അതിവിടെ ഞാൻ കാണുന്നില്ല. എങ്ങനെയാണ് ഇനി 3 മുന്നണികളും ഈ ദിവസങ്ങളിൽ എന്തായാലും അച്ഛനടുത്തേക്ക് വരും, തെരഞ്ഞെടുപ്പിൻ്റെ അവരെ പിന്തുണ ചോദിക്കും. എങ്ങനെയാണ് ഈ 3 മുന്നണികളെയും കാണാൻ പോകുന്നത്? അവരോടുള്ള പ്രതികരണം എന്തായിരിക്കും? എല്ലാ മുന്നണികളും ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. എല്ലാവരും പറയുന്നത് തീർച്ചയായിട്ടും ഈ പ്രശ്നം ഉടനെ തന്നെ പരിഹരിക്കുമെന്നാണ്. നമ്മളവരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. കാരണം കോടതിയിലാണെങ്കിലും അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് വന്ന് ഗവൺമെൻറ് വാദം എന്താണെന്ന് അറിയിക്കുകയാണെങ്കിലും വാദിക്കുകയാണെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആര് അധികാരത്തിൽ വന്നാലും അവർ നമ്മുടെ കൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ നിൽക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാനും അതോടൊപ്പം തന്നെ കൺവീനറും ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പിലായാലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും മുനമ്പം വിഷയം കേരളം മുഴുവൻ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാ മേഖലയിലും മുനമ്പത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. പക്ഷേ നിലവിൽ ഇതുവരെയും ഈ ഒരു മുനമ്പം വിഷയത്തെക്കുറിച്ച് എവിടെയും ഉയർന്നു കേൾക്കുന്നില്ല. എന്താണ് ശരിക്കും മുനമ്പത്ത് സംഭവിച്ചത്? 4 വർഷവും 3 മാസമായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കടക്കയിൽ വക്കം ബോർഡ് കോടായിൽ വെച്ചിട്ട് ഞങ്ങളുടെ റവന്യൂ അവകാശം കവർന്നെടുത്തിട്ട് ഒരു തെരഞ്ഞെടുപ്പിനും ഞങ്ങൾ ഒരു നിലപാടും വ്യക്തമാക്കിയിട്ടില്ല. എല്ലാ പാർട്ടിയോടും ഞങ്ങൾ സമദൂരമായിട്ടാണ് നിൽക്കുന്നത്. എന്തു തന്നെ ആയാലും 4 വർഷം കഴിഞ്ഞ സ്ഥിതിക്ക് ഈ വിഷയം തീർക്കാമായിരുന്നു സർക്കാരിന്. അത് തീർത്തില്ല. ഇപ്പോൾ കേസ് കോടതിയിലാണ്. എല്ലാ മേഖലയിലും എല്ലാ ജനങ്ങളും മുസ്ലിം പണ്ഡിതന്മാരും നിയമജ്ഞന്മാരും റിട്ടയേർഡ് ജഡ്ജിമാരും വക്കീലുമാരും എല്ലാവരും ഇത് വക്കഭൂമി അല്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഇത് വക്കഭൂമി അല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വക്കം ബോർഡ് നടത്തുന്നത് ഒരു സ്റ്റേ നാടകം. കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനം വക്കം ബോർഡ് ചെയർമാനും സംഘവും. കോടതി വിധി പറയാൻ പോകുമ്പോൾ ഇവരൊരു സ്റ്റേ ആയിട്ട് വരും. കഴിഞ്ഞ 2025 മെയ് 19 തീരേണ്ട കേസായിരുന്നത്. അന്ന് ട്രൈബ്യൂണലിൽ രാജൻ തട്ടിൽ സാറ് ഇതെല്ലാം പഠിച്ചു വിധി പറയുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ അതിന് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി, ഏതോ ഒരു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട്. തൊട്ടടുത്ത ദിവസം ജഡ്ജി വിരമിച്ചു. അതിനുശേഷം ഒരു മേഡം വന്നു. ആ മേഡം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും വിധി പറയുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ അടുത്ത സ്റ്റേ. എന്താണ് ഇവർക്ക് ഇത്ര പേടി? ഞങ്ങൾക്കായ 3-4 സെൻറ്റ് ഭൂമി താമസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കൊരു പേടിയില്ലല്ലോ. ഇവരാരെയാണ് പേടിക്കുന്നത്? ഹൈക്കോടതി വിധി പറയണ്ടേ? ട്രൈബ്യൂണൽ വിധി പറയണ്ടേ? എന്താണ് വിധി പറയിപ്പിക്കാത്തതിൻ്റെ കാരണം? ഈ വിധി പറയിപ്പിക്കാണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ കൊണ്ടുവന്ന് വലിച്ചു നീട്ടി അത് അവിടെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാത്ത രീതിയിൽ ഇവർ ഓരോ പ്രാവശ്യവും വക്കം ബോർഡ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വക്കം ബോർഡിനെ നിലക്ക് നിർത്താൻ ഇവിടെ ആരുമില്ല. അതാണ് ഇവിടുത്തെ വിഷയം. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഭൂമി വക്കഭൂമി അല്ല എന്ന് എല്ലാവരും പറയുകയും ഇത് തിരുത്താനായിട്ട് ഇത് ഞങ്ങളുടെ റവന്യൂ അവകാശം ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് തരാനായിട്ട് ഇവിടെ ആരുമില്ലാത്തൊരവസ്ഥയാണ്. എങ്കിലും ഞങ്ങളിപ്പോഴും ഒരു രാഷ്ട്രീയ നിലപാട് എനിക്കോ ഞങ്ങളുടെ കൺവീനർക്ക് പറയാൻ പറ്റില്ല. രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടത് അംബ്രോസ് പിതാവും വികാരി അച്ഛനും അതേമാതിരി ഞങ്ങളുടെ ആത്മീയ നേതാക്കന്മാരുണ്ട്. കേരളൊട്ടക്ക് ഞങ്ങളുടെ കൂടെയുണ്ട്. സമുദായമാണ് ഇതിനകത്ത് നിലവിലൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലായാലും ഇപ്പോൾ ഈ ഒരു ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് അതും അവസാനിപ്പിച്ചത് നമുക്കറിയാം. മന്ത്രി കെ രാജൻ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മന്ത്രി പി രാജീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പേര് വന്ന് സമരം അവസാനിപ്പിച്ചു. പത്രത്തിൽ ഒരു സർക്കാർ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം
ഓക്കെ ആക്കി നിങ്ങൾക്ക് കരടയ്ക്കാനുള്ള അനുമതി ലഭിച്ചു. ഇത്തരത്തിൽ ഈ ഒരു സമരം നിങ്ങൾ എന്താവശ്യപ്പെട്ടോ അത് സർക്കാർ നിങ്ങൾക്ക് നേടിത്തന്നു എന്ന തരത്തിലൊരു ഒരു സംസാരം അല്ലെങ്കിൽ അന്ന തരത്തിലുള്ള രീതിയിലാണ് ജനങ്ങൾ ഈ ഒരു സമരത്തെ നിലവിൽ കണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണോ സത്യം, അല്ലെങ്കിൽ സർക്കാർ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സർക്കാർ നിങ്ങളെ വഞ്ചിച്ചോ? ഇല്ല, സർക്കാർ ഞങ്ങൾക്ക് കരടക്കാനായിട്ടുള്ള സംവിധാനം ചെയ്തു തന്ന് AG കോടതിയിൽ വന്നിട്ട് കരടക്കാനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു. വഖഫ് ബോർഡ് അന്ന് കോടതിയിൽ ഹാജരായില്ല. കരടക്കുന്നതുകൊണ്ട് വഖഫ് ബോർഡിന് പ്രശ്നമില്ല എന്ന് അവരോട് പറയും. അതെല്ലാം ശരി തന്നെയാണ്. ഗവൺമെൻറ് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ തന്നെയാണ് നിന്നിരുന്നത് വെച്ചത്. അപ്പോഴേക്കും വഖഫ് ബോർഡ് കേസ് അപ്പീൽ പോയി ചെയ്തത്. അപ്പീൽ പോയി കഴിഞ്ഞപ്പോൾ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. എങ്കിലും ഗവൺമെൻറ് രാജൻ സാറും രാജീവ് സാറൊക്കെ ഒരുപാട് ട്രൈ ചെയ്തു. കളക്ടർ മുഖേന കരടക്കാനായിട്ടൊക്കെ കാര്യങ്ങൾ നീക്കിയെങ്കിലും അത് പാതി വഴിയിൽ വെച്ച് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയുണ്ടായിരുന്നു. ഈ കരടച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വല്ല ഉപകാരമുണ്ടോ? അല്ല, കരടച്ചുകൊണ്ട് ഉപകാരമുണ്ട്. കരടച്ച് ഞങ്ങളുടെ ഭൂമിക്ക് കരടക്കാൻ പറ്റിയത് അത് വലിയൊരു കാര്യമല്ലേ. 4 വർഷവും 3 മാസമായി ആകെ കിട്ടിയത് കരടമാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ റവന്യൂ വശം പുനഃസ്ഥാപിച്ച് കിട്ടണം. അതേ ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ സമരം ആരംഭിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നത് പലപ്പോഴും ഇതൊന്ന് ലോൺ വയ്ക്കാനും സാധിക്കുന്നില്ല, ഒരുപക്ഷെ വിൽക്കാൻ സാധിക്കുന്നില്ല, പലപ്പോഴും അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. പക്ഷേ കരടച്ചുകൊണ്ട് ഈ 2 കാര്യങ്ങളും നിലവിൽ നടക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സർക്കാർ ആ പറഞ്ഞൊരു കാര്യത്തിൽ കരടയ്ക്കാനുള്ള അനുവാദം തന്നു, പക്ഷേ നിലവിൽ ഇപ്പോഴും വഖഫിൻ്റെ ആ ഒരു ഇത് കിടക്കുന്നുണ്ട്. ഒപ്പം വഖഫ് ബോർഡ് അപ്പീൽ പോയതുകൊണ്ടാണ് ഇത് നമുക്ക് ഇപ്പോഴും ഈ ഭൂമിയിൽ മറ്റു കാര്യങ്ങൾ നടക്കാത്തതെന്ന് തോന്നുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗമാണല്ലോ വഖഫ് ബോർഡ്. സർക്കാർ എന്തുകൊണ്ട് സർക്കാർ അല്ലെങ്കിൽ അന്ന് മന്ത്രിയോ P രാജീവ് അല്ലെങ്കിൽ K രാജ അവർ അപ്പീൽ പോകില്ല എന്നുള്ളൊരു വാഗ്ദാനം തന്നിരുന്നോ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തുകൊണ്ട് പിന്നീട് അവർ അപ്പീൽ പോയി? സർക്കാർ എന്തുകൊണ്ട് അത് തടഞ്ഞില്ല? ഞങ്ങളോട് പറഞ്ഞത് വഖഫ് ബോർഡ് ഇനി അപ്പീൽ പോകില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ വഖഫ് ബോർഡ് അപ്പീൽ പോയി. അത് ഞങ്ങൾ അവരായിട്ടൊക്കെ സംസാരിച്ചാണ്. പക്ഷേ അവർക്ക് പിടിച്ചു നിർത്തുന്നതിന് ഒരു പരിധി ഉണ്ടെന്നാണ് അന്ന് മിനിസ്റ്ററെ ഞങ്ങളോട് പറഞ്ഞത്. നിലവിൽ അപ്പോൾ എന്തായിരിക്കും ഇനിയിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? നിലവിൽ സർക്കാർ ഇനി പുതിയ സർക്കാർ വരുമോ, അല്ലെങ്കിൽ ഈ സർക്കാർ തന്നെ തുടരുമോ, എന്തായിരിക്കും എന്ന അവസ്ഥ എന്നറിയില്ല. നിലവിൽ ഈ ഒരു മുനമ്പം ഭൂമിയിൽ ഇത്തരത്തിലൊരു ഇങ്ങനെ പോകുമ്പോൾ കാര്യം നിങ്ങൾക്ക് നേടാനും സാധിച്ചിട്ടില്ല. അത്തരത്തിൽ തന്നെ ബുദ്ധിമുട്ടിൽ തന്നെ നിൽക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? എന്താണ്? ഞങ്ങളെ സംബന്ധിച്ച് ഭൂസമര സമിതിക്ക് രാഷ്ട്രീയമില്ലാണ്ട് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ കാര്യം പരിഹരിച്ചിട്ടില്ല. ശരിക്കും ഞങ്ങൾ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭൂസമര സമിതിയുടെ രക്ഷാധികാരികൾ പിതാക്കന്മാരാണ്. അവരായിരിക്കും ആ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അവരെന്ത് പറയുന്നതോ അത് ഇവിടെ ജനങ്ങൾ, കേരളൊട്ടക്ക് ഉള്ള ജനങ്ങൾ അത് നിറവേറ്റും. എന്തായിരുന്നു തോന്നുന്നത് ഒരു സമരം അന്ന് അങ്ങനെ അത്തരത്തിലൊരു അവസാനിപ്പിക്കേണ്ടി വന്നത്? അതൊരു എന്താ പറയുക, ഒരു ചതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്? അല്ല, ഒരു സമരം ഇവിടെ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു സമരം, അല്ലെങ്കിൽ ഈ വിഷയം മുനമ്പത്തെ വിഷയം മാത്രമായിരുന്നത്, ഇതൊരു മുഖ്യധാരയിലേക്ക് എത്തി. എല്ലാ മാധ്യമങ്ങളും അതേപോലെ തന്നെ ദേശീയ കേരളത്തിലെ നേതാക്കന്മാരും എല്ലാവരും ഇവിടെ എത്തി. ഇതൊരു വലിയ വിഷയമാക്കി പടർന്ന് പന്തലിച്ചു എന്നുള്ളത് നമ്മൾ നടത്തിയ സമരം കൊണ്ട് തന്നെയാണ്. 414 ദിവസം ഞങ്ങൾ സമരം അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അന്നേരം കരമടക്കുന്നതിനുള്ള അനുവാദം കിട്ടുന്നു. അതോടൊപ്പം തന്നെ കളക്ടർ ഉത്തരവ് തന്നിരുന്നു. കളക്ടറിൻ്റെ ഉത്തരവ് പ്രകാരമാണ് തഹസിൽദാർ ഇവിടുത്തെ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത്. ആ കളക്ടർ തന്നെ വീണ്ടും എല്ലാ റവന്യൂ അവകാശങ്ങളും സ്ഥാപിച്ചു തന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് ഉത്തരവ് പറഞ്ഞതിൻ്റെ പേരിൽ. പക്ഷേ അതിനെതിരെ SLP പോവുകയും സുപ്രീം കോടതി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ വന്നപ്പോൾ ജയചന്ദ്രൻ സാറിൻ്റെ ബെഞ്ച് തന്നെയാണ് അത് അടിയന്തിരമായി റവന്യൂ അവകാശങ്ങളെന്ന് ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ സമയത്തും സംഭവം വന്നതെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജനറൽ കൊടുത്ത അഫിഡാവിറ്റ് കൊടുത്തത് കരമടക്കുന്നതിനുള്ള അനുവാദം 2022 ഒക്ടോബർ മാസം 7-ാം തീയതി കരമടക്കുന്നതിന് ഗവൺമെൻറ് എടുത്ത തീരുമാനം നടപ്പിലാക്കണമെന്നുള്ള ആ അഫിഡാവിറ്റ് തന്നെയാണ് സമർപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ആ കരമടക്കുക എന്നുള്ളൊരു അനുവാദം മാത്രം കിട്ടിയത്. അതിൽ ഞങ്ങൾ എന്തായാലും ശരി ആ 414 ദിവസത്തെ സമരം അത് കഴിഞ്ഞു. ഇനിയും മാറി മാറി ഗവൺമെൻറ്റുകൾ വരും. ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല എങ്കിൽ ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, പുതിയതായി ചാർജ് എടുത്ത ഒരു വഖഫ് ബോർഡ് മെമ്പർ ഉമർ ഫൈസി മുക്കം അദ്ദേഹം പറഞ്ഞു ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന്. പക്ഷേ അവസാനം വന്ന ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ
ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല, ഇത് ലാൻഡ് ഗ്രാബിങ്ങിന് വേണ്ടിയാണോ ഉദ്ദേശിക്കുന്നതെന്നാണ് കോടതി ചോദിച്ചത്. അതേപോലെ അൾട്രാ വയർസ് ഇങ്ങനെയുള്ള വാക്കുകളാണ് കോടതി ചോദിച്ചത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി വഖഫ് ട്രൈബ്യൂണലിൽ നടക്കുന്ന ഈ കേസിൽ വിധി ഞങ്ങൾ നിയമവിരുദ്ധമായി വഖഫ് രജിസ്റ്ററിൽ ഈ ഭൂമി എഴുതിയെടുത്തു എന്നുള്ളതാണ്. കാരണം 2008 ഞങ്ങൾക്കും അറിയില്ല, ഗവൺമെൻറ്റിനും അറിയില്ല. 404 ഏക്കർ ഭൂമിയുണ്ട്, അതിൽ 112 ഏക്കർ ഭൂമി 114 ഏക്കർ ഭൂമി വിറ്റു, ബാക്കി ഇവിടെ ഭൂമി ഉണ്ടെന്നും പറഞ്ഞ് ഫറൂഖ് കോളേജ് കേസ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് 404 ഏക്കർ എന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്നു. ഇവിടെയാണ് ഒരു ഡിസ്പ്യൂട്ട് വരുന്നത്. ശരിയായിട്ട് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ പറയുന്നത് പോലെ വെറും 112 ഏക്കർ മാത്രമേ ഇവിടെ ഉള്ളൂ ഭൂമി. അപ്പോൾ വഖഫ് ബോർഡിന് പറ്റിയ ആ അത് ചതിയായിരുന്നു അന്നേരം അവർക്ക് പറ്റിയിരിക്കണം. 404 ഏക്കർ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അതിൽ ഞങ്ങൾ ബലിയാടായിപ്പോയി. അപ്പോൾ അവരെന്ത് ചെയ്യണം? പുതിയ ഇപ്പോൾ വഖഫ് ബോർഡ് വന്നപ്പോൾ ഉടനെ തന്നെ ചെയ്യേണ്ടിയിരുന്നത് അത് റിലീസിങ് തരുന്നതിനുള്ള കാര്യങ്ങളാണ് തരേണ്ടത്. ഈ 112 ഏക്കർ ഭൂമി മാത്രമേ ഇവിടെ ഉള്ളൂ, 60 ഏക്കർ വെള്ളം. പക്ഷേ ഉമർ ഫൈസി മുക്കവും ഇപ്പോൾ പുതിയതായി ചാർജ് എടുത്ത വഖഫ് ബോർഡ് ചെയർമാനും പറയുന്നു ഇത് വഖഫ് പ്രോപ്പർട്ടി തന്നെയാണ്, മാനുഷിക പരിഗണന വെച്ച് ഇവരെ രക്ഷിക്കണമെന്ന്. ഞങ്ങൾക്ക് മാനുഷിക പരിഗണനയല്ല വേണ്ടത്. 1988 ഇന്ന് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, 88 പറവൂർ സബ് കോടതി കൃത്യമായി പറയുന്നു അവിടെയുള്ള താമസക്കാർക്ക് ഈ ഭൂമി വിൽക്കുന്നതിനുള്ള അനുവാദം കൊടുക്കുന്നു. ആ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഭൂമി മേടിക്കുന്നത്. ഞങ്ങൾ നൂറ്റാണ്ടുകളായി താമസിക്കുകയാണെങ്കിലും ഫറൂഖ് കോളേജിലെ ഡിസ്പ്യൂട്ട് ഉണ്ടായതിൻ്റെ പേരിലാണ് കോടതി വ്യവഹാരങ്ങൾ നടന്നത്. ആ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ സമയത്ത് എങ്ങനെയാണ് ഈ 3 മുന്നണികളും നിങ്ങളെ സമീപിക്കുന്നത്? കാരണം കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ NDA മുന്നണി ലോക്സഭയിൽ രാജ്യസഭയിലും ഈ ഒരു വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കി. പക്ഷേ മുനമ്പത്തിൻ്റെ കാര്യം ഇതുവരെയും ഒരു വ്യക്തതയില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സംസ്ഥാന സർക്കാരായാലും ഈ വിഷയത്തിൽ വ്യക്തമായി നിങ്ങളുടെ കാര്യം നടത്തി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ 2 മുന്നണികൾ പറയുന്നത്. പക്ഷേ 3 മുന്നണികളും എങ്ങനെയാണ് നിങ്ങളെ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സമീപിക്കുന്നത്? അല്ല, ഈ കേന്ദ്രത്തിൽ പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്, ഞങ്ങൾ പറഞ്ഞിരുന്നതും ഒരു മുസൽമാൻ ഒരു പ്രോപ്പർട്ടി മതപരമോ വിദ്യാഭ്യാസപരമോ ആയ ആവശ്യത്തിന് കൊടുക്കുകയും ആ ഉദ്ദേശം സബലീകരിക്കുന്നതിന് വേണ്ടി ആ പ്രോപ്പർട്ടി വിൽപ്പന നടത്തുകയും ചെയ്താൽ ആ വിൽപ്പന സാധുവായിരിക്കും, മുനമ്പം വസ്തു പോലെ. ഇതാണ് ഞങ്ങൾ ലീഗൽ അഡ്വൈസ് എടുത്തിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നത്. പക്ഷേ ആ ഒരു വാക്ക് വന്നില്ല. പക്ഷേ അതിന് പകരം ബോറക്കും അഖഖാനിക്കും അവർക്ക് പ്രത്യേകിച്ചുള്ള പേരുകൾ പരാമർശിക്കാം, അത് അതിൽ വരികയും ചെയ്തു, ആ നിയമത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം, അതായത് ഇവിടുത്തെ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി ഫറൂഖ് കോളേജിന് കൊടുത്ത ഭൂമി, ആ ഭൂമി വിൽപ്പന നടത്തി അവരവിടെ കോളേജ് പണിതു, അതുകൊണ്ട് ഈ വസ്തുവിൻ്റെ വിൽപ്പന സാധുവാണെന്നൊരു വാക്കുണ്ടെങ്കിൽ പ്രശ്നം ഞങ്ങളുടെ തീരുമായിരുന്നു. അതേപോലെ തന്നെ നിയമവിരുദ്ധമായിട്ടാണ് വഖഫ് രജിസ്റ്ററിൽ കേരള സർക്കാർ വഖഫ് ബോർഡ് എഴുതിയിരുത്തിയിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള പഠനം നടത്തിയിട്ടില്ല. അവിടെയും അവർക്ക് വീഴ്ച പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരന്തങ്ങൾ മുഴുവൻ പേറി വരുന്നത്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3ാമത്തെ മുന്നണി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. അവരിവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത്, എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് വിഷയം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം ഇത് മുഴുവനും വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ പാവപ്പെട്ട ദാരിദ്ര്യം പിടിച്ച മത്സ്യത്തൊഴിലാളികൾ ഇവിടെ കിടപ്പാടത്തിൽ ഇവിടെ ചുരുണ്ടുകൂടി കിടക്കുന്നു. ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങളില്ല. എല്ലാ തരത്തിലും ഞങ്ങൾ തൃണവൽഗണിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടേക്കാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത്തിനെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പുകളും അതേപോലെ തന്നെ ഇവിടെയുള്ള ഗവൺമെൻറ്റുകളൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങളെ ഗവൺമെൻറ് ആര് ഭരിക്കണമെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം നോക്കുന്നുണ്ട്. ആ പൊതുസമൂഹം വ്യക്തമായ ധാരണയോടുകൂടിയുള്ള ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന ആളുകളെ തന്നെ തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. നിലവിൽ സർക്കാരിനെ നിങ്ങളെ ചതിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ ചതിച്ചിരിക്കുന്നു എന്ന് പറയുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കന്ന് ആർക്കും അറിയില്ലല്ലോ, ആർക്കും അറിയില്ല ഇവിടുത്തെ ഈ പ്രശ്നം. ഇത് 404 ഏക്കർ ഭൂമിയുണ്ട്, വഖഫ് ബോർഡിലുണ്ട്, വഖഫ് പ്രോപ്പർട്ടിയാണ്, അത് 404 ഏക്കർ ഉണ്ട് എന്നുള്ള ധാരണയാണ്. ഇവിടെ വിറ്റുപോയ ഈ 114 ഏക്കറിനെ കുറിച്ചുള്ളൊരു ധാരണയിലല്ല തുടക്കം. പക്ഷെ വന്നു പെട്ടത് ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ശരിയായ നിയമോപദേശം സ്വീകരിക്കാതെ റവന്യൂ അവകാശങ്ങൾ തടഞ്ഞു വെച്ചത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. നിലവിൽ ഈ ഒരു ഭൂസംരക്ഷണ സമിതി എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ്? 3 മുന്നണികളോടും നിങ്ങളോട് വോട്ട് ചെയ്ത് ചോദിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന ഈ ഒരു 3 മുന്നണികളെ സ്ഥാനാർത്ഥികളോടും നിങ്ങളെടുക്കാൻ പോകുന്ന സ്റ്റാൻഡ് എന്തായിരിക്കും? അല്ല, ഞങ്ങളിപ്പോൾ എടുക്കുന്ന സ്റ്റാൻഡ്, ഞങ്ങൾ ഒരാൾക്കും പ്രത്യേകിച്ച് വോട്ട് ചെയ്യണ്ട എന്ന് പറയാനായിട്ട് ഞങ്ങൾ തയ്യാറാവില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ തരത്തിലും CITയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, BMSൽ ജോലി ചെയ്യുന്നവരുണ്ട്, INTUCയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞങ്ങളെ കാണുന്ന അല്ലെങ്കിൽ ഞങ്ങളെ നോക്കിക്കണ്ട് ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട്. ആ കേരളത്തിലുള്ള ആളുകളാണ് വിലയിരുത്തി. പക്ഷേ ഒരു കാര്യം ചോദിക്കണം, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്യുന്നവർ എന്ത് തീരുമാനിക്കും? കാരണം INTUCയും BMCയും അതൊക്കെ ഓക്കെ രാഷ്ട്രീയം,
പക്ഷേ നിങ്ങളുടെ ഭൂമിയാണ് ഇപ്പോൾ വഖഫ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് വെച്ച് നിങ്ങൾ എന്ത് തീരുമാനിക്കും? ഞങ്ങൾ 100% ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്യുന്നത് ആരാണോ അത് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സമരം ചെയ്ത് 47-ാമത്തെ ദിവസം മുഖ്യമന്ത്രിയുള്ള ഓൺലൈൻ ചർച്ചയിൽ ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കിയില്ല. പകരം കേസാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിലെത്തിയ കേസ്. സുപ്രീം കോടതിയിൽ തന്നെ എത്ര ബെഞ്ചുകളുണ്ട്. അത് ചീഫ് ജസ്റ്റിസിൻ്റെ എത്തുമ്പോഴും എത്ര വർഷങ്ങൾ പിടിക്കും. ഈ കേസ് ആയിട്ട് ഇങ്ങനെ പോയാൽ മതിയാ. ഈ 610 കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. അത് ചെയ്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഡൗട്ട് എന്ന രീതിയിൽ സംശയം, ഒരു സാധാരണക്കാരൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്. ആ ഒരു സമരം, ഭൂസംരക്ഷണം 400 ദിവസത്തിന് മേലെയായിരുന്നു. ആ ഒരു സമരം, ആ ഒരു പ്രാദേശിക ആ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ നിർത്താതെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ആ സമരം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനു മുമ്പ് നിലവിലെ സർക്കാരിന് നിങ്ങളുടെ കാര്യത്തിൽ ഒരു അനുകൂലമായ തീരുമാനമെടുക്കാനായിട്ട് അവർ നിർബന്ധിതരാവില്ല. കാരണം JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് അവർ അവസാനം പ്രസിദ്ധീകരിച്ചു, ഈ അവസാന നിമിഷം പ്രസിദ്ധീകരിച്ചു. അത്തരത്തിലൊരു സമരം ശക്തമായി തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഇലക്ഷന് മുമ്പ് തന്നെ അത്തരത്തിൽ വഖഫ് ബോർഡ് ഒരു പക്ഷേ സുപ്രീം കോടതിയിലൊരു ഇതിന് പോവില്ലായിരുന്നു, അല്ലെങ്കിൽ മറ്റൊന്ന് സർക്കാർ ഈ ഒരു കാര്യം രമ്യമായി പരിഹരിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും പുനഃസ്ഥാപിച്ചുകൊണ്ട്. അല്ല, ഈ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം. ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ പരിഹരിക്കാമായിരുന്നല്ല. ഇതെല്ലാം തട്ടിപ്പാണ്, വലിയൊരു അഴിമതിയാണ് ഇവിടെ നടക്കാൻ പോയിരുന്നത്. 400 ചില്ലാൻ ഏക്കർ ഭൂമി ഇവർ കാസർഗോഡ് എവിടെയെങ്കിലും കൊടുത്തുകൊണ്ട് ഇവരുടെ വിഷയം പരിഹരിക്കാം, അത് മേടിച്ചെടുക്കാനാണ് അവർ നോക്കിയിരുന്നത്. അത് നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇനി അത് നടക്കുകയില്ല. ഇനി ഇവിടെ ആര് മരിച്ചാലും അതൊന്നും നടക്കില്ല. 400 ചില്ലാൻ ഏക്കർ ഭൂമിയായിട്ട് 114 ഏക്കർ ഭൂമിയാണ് ഇവിടെ ആയുള്ളത്. ഞങ്ങൾക്ക് വിറ്റു. ആ പൈസ കൊണ്ട് ഫറൂഖിലേക്ക് കൊണ്ടുപോയി അവർ കെട്ടുറോം പണിത് അവിടെ കോളേജ് നടത്തി അവർ കാശുണ്ടാക്കണം. ഞങ്ങൾ ഇവിടെ കിടന്ന് ഗതികേട് അനുഭവിക്കുന്നു. കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇത് വക്കപ്പാണെങ്കിൽ തന്നെ ഈ പൈസ കൊണ്ട് കോഴിക്കോട് അവിടെ കെട്ടുറോം. ഞാൻ ചോദിക്കുന്നത് അതല്ല, നിലവിലുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഭൂമി നിങ്ങളുടെ പേരിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായ അവകാശം ലഭിക്കാനായിട്ട് ആവുമായിരുന്നില്ല എന്ന് ഞാൻ ചോദിച്ചോളൂ. ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നില്ല. സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ സർക്കാർ ചെയ്യാമായിരുന്നു. സർക്കാർ ചെയ്തില്ല. അതിന് പകരം ഒരു കമ്മീഷനെ കൊണ്ടുവരികയും ആ കമ്മീഷനെ കൊണ്ട് കുറേ കാര്യങ്ങൾ പറയിപ്പിച്ചിട്ട് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയില്ല. അത് ഞങ്ങൾ ഒരു കടുത്ത തീരുമാനത്തിലോട്ട് ഞങ്ങൾ പോകുന്നില്ല. അത് പിതാക്കന്മാരായിട്ട് ആലോചിച്ചതിന് ശേഷം അതിന് തീരുമാനം ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു സമരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നു? പ്ലാനിങ് ഉണ്ട്. ഞങ്ങൾ ഈ സമരം വഖഫ് ബോർഡിൻ്റെ ഈ ഓഫീസിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ സമരം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഇലക്ഷൻ ഡിക്ലെയർ വരികയും അത് വേണോ വേണ്ടതെന്നും കൂടി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ബോർഡിൻ്റെ ഓഫീസിൽ തന്നെ ഞങ്ങൾ സമരം ചെയ്യും. ഇതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. ഇവരൊരു അഴിമതി നടത്താൻ ഇവിടെ നടക്കൊന്നുമില്ല. ഈ പാവങ്ങളുടെ കഷ്ടപ്പെട്ട ഈ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് ഞങ്ങളെ മരയിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് അവർ വേറെ സ്ഥലത്ത് ഭൂമി 400 ചില്ലാൻ ഏക്കർ പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കില്ല. ഇനി ഒട്ടും നടക്കാനും പോണില്ല. മുനമ്പം സമരം ആരംഭിച്ചതു മുതൽ ആ സമരത്തിൻ്റെ മുൻപന്തിയിൽ സമര നായികയായിട്ട് തന്നെ ഉണ്ടായിരുന്ന സിജി ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. സമരം അവസാനിപ്പിച്ചിട്ട് താൽക്കാലികമായി തന്നെയായാലും അവസാനിപ്പിച്ചിട്ട് ഏകദേശം ഒരു 4 മാസത്തോളം ആയിരിക്കുകയാണ്. കേരളം വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു മുനമ്പം വിഷയത്തിൽ നിലവിൽ 3 മുന്നണികളെക്കുറിച്ചും ഇപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് അന്ന് തന്നിരുന്ന ഉറപ്പുകൾ കാര്യങ്ങൾക്കറിയാം, പക്ഷെ നിലവിൽ ചതിക്കപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? വ്യക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ 3 മുന്നണികളും മുനമ്പം ജനതയോട് നീതി പുലർത്തിയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ പൂച്ച എലിയെ പിടിച്ച് കളിക്കുന്നത് പോലെ മുനമ്പം ജനതയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എല്ലാവരും തട്ടിക്കളിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നമ്മൾക്ക് നമ്മുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടിയിട്ടില്ല. അധികാരത്തിലുള്ളവർക്ക് ഭംഗിയായി ചെയ്ത് ഹീറോ ആകാൻ പറ്റിയ ഒരു വിഷയം തന്നെയായിരുന്നു മുനമ്പം സമരം. പക്ഷേ എന്തുകൊണ്ടോ അതിൽ ആരും തന്നെ ഗൗരവമായിട്ട് ചിന്തിക്കുന്നില്ല. ഇപ്പം മുനമ്പം എന്നൊരു വാക്ക് ആരും തന്നെ പറയുന്നുമില്ല. ഈ മുനമ്പം സമരം അവസാനിപ്പിക്കാനായിട്ട് 2 മന്ത്രിമാർ വന്നായിരുന്നു.
അവരാണ് ഒരു മുനമ്പം സമരം അവസാനിപ്പിച്ചത്, താൽക്കാലികമായിട്ട് എന്ന രീതിയിൽ തന്നെ വന്നു. പക്ഷേ പിന്നീട് ഒരു കാര്യത്തിൽ കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് മറ്റ് വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയാണ് സർക്കാരിൻ്റെ ഈ നിലപാടിനോട് നിങ്ങൾ കാണുന്നത്? സർക്കാർ എന്ന് പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസത്തിൽ ഒത്തിരി ഞാൻ കമ്മ്യൂണിസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. VS-നെയും EMS-നെയൊക്കെ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് വോട്ടുണ്ടായ കാലം തുടങ്ങി ഞാൻ വോട്ട് ചെയ്യുന്നതും ആ ഒരു പാർട്ടിക്കായിരുന്നു. പക്ഷേ ഞാൻ തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയതും ഞാൻ ആ പാർട്ടിയെ തന്നെയായിരുന്നു. കാരണം നമ്മുടെ ഈ സമരപ്പന്തലിലോട്ട് അവർ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വന്നപ്പോൾ, നമ്മുടെ ലോക്കൽ സഹാക്കൾ പോലും ഈ സമരത്തിലോട്ട് വരാതെ വന്നപ്പോൾ അവർക്ക് നേരെ കൈവിരൽ ചൂണ്ടേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സമരം അവസാനിപ്പിക്കാനായിട്ട് അവരെല്ലാവരും ഈ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ഞാൻ സന്തോഷിച്ചു. കാരണം ഈ സമരം അവസാനിക്കുന്നത് നല്ലൊരു രീതിയിലാണ് സമരം അവസാനിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂച്ച എലിയെ പിടിച്ച് കളിക്കുന്നത് പോലെ മുനമ്പം ജനതയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു നീതിപൂർവമായ ഒരു ജീവിക്കാനുള്ള ഒരു അവകാശം, ആ ജീവിക്കാനുള്ള അവകാശത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അധികാരികൾ, അതെന്നും നാടിന് ശാപമാണ്. അതിപ്പോൾ ഏത് പാർട്ടി ആയാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അധികാരികൾ അത് നല്ല ഒരു നേതൃത്വത്തിൻ്റെ ഗുണമല്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ മറ്റൊരു സമിതി സമരം തുടരുന്നുണ്ട്, സമരം ഇരിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഈ BJP സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി തീർച്ചയായിട്ടും അത് മുനമ്പത്തിന് വേണ്ടി എന്ന രീതിയിൽ പോലും ഒരു പ്രചരണം വന്നിരുന്നു. ആ ഒരു ഇതുകൊണ്ട് ഇതുവരെ ഈ മുനമ്പത്തിന് രക്ഷ കിട്ടിയിട്ടില്ല എന്നതാണ്. എങ്ങനെയാണ് അന്ന് ഇപ്പോൾ നിങ്ങൾ സമരമന്ദിരത്തിലിരിക്കുമ്പോൾ ഇവിടെ പല കേന്ദ്രമന്ത്രി വന്നിരുന്നു, മറ്റ് BJP പ്രധാനപ്പെട്ട മന്ത്രിമാർ വന്നിരുന്നു. അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഈ ഒരു വഖഫ് ഭേദഗതി ബില്ല് കൊണ്ട് മുനമ്പത്തിന് ശാശ്വത പരിഹാരം ലഭിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എങ്ങനെയാണ് കാണുന്നത്? അതിപ്പോൾ നിങ്ങൾക്കായാലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇവിടെ TV വെച്ചിരുന്ന് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും അറിയാത്ത ആളുകൾ പാർലമെൻറ്റ് സമ്മേളനം ഇവിടെ ഇരുന്ന് കണ്ട ആളുകളാണ്. ആ അതിനകത്ത് നമ്മുടെ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സായപ്പോൾ പ്രധാനമന്ത്രിക്ക് ജയ് വിളിച്ച് ആ 2:30 ഞങ്ങൾ നടന്നതാണ്. അപ്പോൾ നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു നമ്മൾക്ക് അതിനകത്തൊരു രക്ഷയുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം BJPയെ വിശ്വസിച്ചു, BJPയിലോട്ട് ചേർന്നു. അതവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ. പക്ഷേ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർ ഈ സമയം വരെ ഒന്നും ചെയ്തില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് മുനമ്പം ജനത ഈ അവസ്ഥയിലോട്ട് പോകുമായിരുന്നില്ല. വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായപ്പോൾ ആ നിയമ ഭേദഗതി ബില്ല് പാസ്സാകാൻ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പാസ്സാകാൻ തന്നെ ഒരു കാരണം ഈ മുനമ്പം സമരമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതെല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പാർട്ടികൾക്കും മുനമ്പം ജനത ഒരു എലിയെപ്പോലെ തന്നെയായിരുന്നു. അവരിങ്ങനെ തട്ടിക്കളിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ BJPക്കും ഞങ്ങളോട് നീതി പുലർത്താനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ചട്ടങ്ങൾ നിലവിൽ വരുമെന്ന് പറഞ്ഞു. ആ നിലവിൽ വരുന്ന ചട്ടങ്ങളിലൂടെ നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളും ഒത്തിരി പ്രതീക്ഷയോടെയാണ് കിരൺ റിജിജു വന്നപ്പോഴൊക്കെ ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷേ ഇവിടെ വന്ന ആർക്കും മുനമ്പം ജനതയോട് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുനമ്പം ജനത എടുക്കുന്ന സ്റ്റാൻഡ് എന്തായിരിക്കും? എൻ്റെ വ്യക്തിപരമായ ഒരു സ്റ്റാൻഡ് അനുസരിച്ച് വോട്ട് ഞാൻ ബഹിഷ്കരിക്കണതാണ്. എൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പോൾ ഈ മുനമ്പം സമരം ജയിക്കാതെ ഇനി ഞാനൊരു ഒരു വോട്ട് ചെയ്യില്ലെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. വോട്ടവകാശം നമ്മുടെ ജന്മാവകാശമാണ്. വേണമെങ്കിൽ നമുക്ക് നോട്ടയ്ക്ക് കൊണ്ടേ കുത്താം. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു തീരുമാനമനുസരിച്ച് ഞാൻ ഇനി വോട്ട് ചെയ്യില്ല. അത് ഞാൻ തീരുമാനിച്ചേക്കാണ്. മുനമ്പം ജനതയുടെ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞാൻ വോട്ട് ചെയ്യില്ല. കാരണം ഞാൻ നേരത്തെ തുടങ്ങി പറയുന്നത് എൻ്റെ സമരം എൻ്റെ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ല. ഞാൻ മുട്ടുകുത്തുന്ന എൻ്റെ ആൾക്കാരേക്കും എൻ്റെ കൂടപ്പിറപ്പങ്ങളും എൻ്റെ അപ്പനും ഉറങ്ങുന്ന മണ്ണിന് വേണ്ടിയിട്ടാണ് എൻ്റെ സമരം. അതുകൊണ്ട് തന്നെ എൻ്റെ വോട്ടവകാശത്തിന് ഒത്തിരി മൂല്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം എൻ്റെ വോട്ട് ബഹിഷ്കരിക്കുന്നു. പ്രതീക്ഷകളും സ്വപ്നങ്ങളും അകലെയായി മരവിച്ച മനസ്സുമായി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് മുനമ്പം ജനത. അധികാരം കൈകളിലുണ്ടായിരുന്ന സർക്കാരുകൾ മോഹന വാഗ്ദാനങ്ങൾ നൽകി കളിപ്പാവയെപ്പോലെ ഈ ഒരു മുനമ്പം ജനതയെ കണ്ടപ്പോൾ വീണ്ടും അവരുടെ നീതി അകലെയായി. തങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കുമോ എന്ന് നോക്കി അധികാരമുള്ളവരുടെ കൈകളിലേക്ക് നോക്കി തന്നെ ഈ മുനമ്പം ജനത ഇരിക്കുകയാണ്. ഇനി കേരളത്തിൽ അധികാരമേൽക്കുന്ന സർക്കാർ, അത് ആര് തന്നെയായാലും, തങ്ങളുടെ ആവശ്യത്തിൽ നീതിയോടെ തീരുമാനമെടുക്കും എന്ന വിശ്വാസത്തോടെ. നന്ദി.